ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രോമാൻ സിനിമയെ കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ യൂട്യൂബിൽ ഫുൾ വീഡിയോ ഉണ്ട്, വീഡിയോ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണ്. സിനിമ തുടങ്ങുന്നതിന് ഒരു ചെറിയ റീൽ വെച്ചിട്ടാണ്. അടിപൊളി തുടക്കമാണ്. ആ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് സിനിമ എങ്ങനെ തീരുന്നു എന്ന് വരെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇത് സിനിമ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ട്. സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ട പെർഫോമൻസ് നമ്മുടെ അർജുൻ അശോകൻ്റെ ആണ്. അർജുൻ അശോകൻ എന്താണോ സിനിമയിൽ കാണിച്ചു വെച്ചേക്കുന്നത്. സിനിമയിൽ ആദ്യമൊക്കെ ഒരു നോർമൽ ക്യാരക്ടർ, അവസാനമായപ്പോഴത്തേക്ക് എന്തോ ഡയറക്ടർ അർജുൻ എന്നാ വേണമെങ്കിലും കാണിച്ചോ, അരിഞ്ഞടിക്കോ എന്നുള്ള രീതിയിലാണ് സിനിമയിൽ അങ്ങ് വിട്ടേക്കുന്നത്. അങ്ങ് അരിഞ്ഞാട്ടമാണ്. അതെന്ത് ചെയ്തിട്ടുള്ള അരിഞ്ഞാട്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അല്ലാതെ സൂപ്പറാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ മാത്യു തോമസ് ആണെങ്കിലും ഒരു വല്ലാത്തൊരു ആംഗ്രി കഥാപാത്രമാണ് സിനിമയ്ക്കകത്ത്. ആ ഒരു കഥാപാത്രം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിലറിനകത്തൊക്കെ കാണുന്ന പോലെ എടി ഫ്രോഡേ എന്നൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, ആ ഒരു സ്റ്റൈലിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ശ്യാം മോഹൻ ആണെങ്കിലും ശരി, കലാഭവൻ ഷാജൻ അതിനേക്കാളും അടിപൊളി. അതിനകത്ത് ഒരു ഗുണ്ടയായിട്ടാണ് വരുന്നത് കലാഭവൻ ഷാജൻ. അപ്പോൾ ആ ഒരു റോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും സൂപ്പർ ക്യാരക്ടറിസ്റ്റേഷൻ. ഇപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളുള്ളൊരു സിനിമയാണെങ്കിലും അത്രയും നന്നായിട്ട് ഈക്വലായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരാൾ മോശമാക്കിയായിരുന്നെങ്കിലും ചിലപ്പോൾ ഈ സിനിമ ഓവറോൾ താന്നു പോയേനെ. കാരണം ഈ സിനിമയുടെ കഥയുടെ പോക്ക് ആ ഒരു രീതിയിലാണ്. അപ്പം എന്തായാലും സിനിമ അടിപൊളിയാണ്. എഡിറ്റിങ് സൂപ്പറാണ്, വിഷ്വൽ എഫക്ട്സ് സൂപ്പറാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത അരുൺ ഡി ജോസിന് ഒരു ഹാറ്റ്സ് ഓഫ്. നല്ല സിനിമയാണ്, കാണാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടു നോക്കുക. ബ്രോ മാൻ.